നമസ്കാരം. ലൂസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. തെരഞ്ഞെടുപ്പും അതിന്റെ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച ഇല്ലല്ലേ? ഇല്ല, അടുത്ത വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നല്ലേ, 26. അങ്ങനെ വീണ്ടും നമ്മൾ കേരളം അവസാന ലാപ്പിലേക്ക് കടന്നു പറയല്ലോ, ഒരു ആഴ്ചയാണ്. അപ്പം എനിക്കൊന്ന് പ്രചാരണം കൊഴുക്കുകയാണ്. പ്രചാരണം ഇനി നിൽക്കുന്ന ദേശീയ നേതാക്കളെല്ലാം എത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം പ്രിയങ്ക ഗാന്ധി കേരളത്തിലെത്തിയിട്ടുണ്ട്, അവർ പലയിടത്തും പ്രസംഗിക്കുന്നുണ്ട്. പിന്നെ JP നദ്ദ വരുന്നുണ്ടെന്ന് തോന്നുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കേന്ദ്ര നേതാക്കൾ കേരളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നത് ബൃന്ദ കാരാട്ട്, അങ്ങനെ അവരെല്ലാവരും കേരളത്തിലുണ്ടെന്ന് തോന്നുന്നു. പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും കൂടെ അങ്ങ് തകർക്കുകയാണ്. അതെ, ഇനിയിപ്പോൾ നമ്മള് ഇനി പരീക്ഷ എഴുതിയാൽ മതി അല്ലേ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ റിസൾട്ടിന് വേണ്ടി ഇത്തിരി സമയം കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ മുമ്പൊരിക്കൽ പിന്നെ അത് ഇങ്ങനെ സംഭവിച്ചിരുന്നു. ഒരുപാട് എന്താണ് ദീർഘമായി നീണ്ടു അത് വോട്ടെണ്ണൽ. ആരോ പറഞ്ഞു സ്ഥാനാർത്ഥികൾ മറന്നു കാണുമായിരിക്കും ഞങ്ങൾ സ്ഥാനാർത്ഥികളായിരുന്നു എന്നുള്ള കാര്യം. ഇത് നമ്മളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇവർ ഇത്രയും പേര്, ഇവർക്ക് വോട്ടൊക്കെ ചോദിക്കാൻ അവരുടെ ഇതാണ് രീതിയാണ്. പക്ഷെ അതൊക്കെ നമ്മുടെ സ്വൈര്യ ജീവിതത്തിന് അത് ബുദ്ധിമുട്ടാണ്. ചിലർ കംപ്ലൈന്റ് പറയുന്നത് ഫോണുകളിൽ ഇപ്പം സ്ഥാനാർത്ഥികളുടെ വിളി ഈ റെക്കോർഡ് ഓട്ടോ ഇതുണ്ടല്ലോ. ഭാഗ്യം എനിക്കൊരു സന്ദേശം വന്നിട്ടില്ല. എന്താണെന്ന് എനിക്ക് 2 പ്രാവശ്യം 100 പ്രാവശ്യം ഇതുപോലെ തന്നെ പറഞ്ഞു. ഞാനൊന്നും പറയുന്നില്ല. ഇപ്പൊ 2 പാർട്ടികളുടെ ആൾക്കാരും വിളിച്ചിട്ടുണ്ട്. എനിക്കാണെങ്കിൽ എല്ലാ അത്യാവശ്യം ജോലി സമയത്തൊക്കെ നിൽക്കുന്നതായിരിക്കും വിളിക്കുന്നത്. അപ്പം അപ്പോഴാണ് ദേഷ്യം ഉണ്ടല്ലോ, അത് വേറെയാണ്. അപ്പം അങ്ങനെ നമ്മളിപ്പോ സ്വസ്ഥമായിട്ട് വീട്ടിനകത്ത് ഇരിക്കാന്ന് വിചാരിച്ചാൽ പോലും ഇപ്പൊ അവസ്ഥയാണ്. പാർട്ടിക്കാരെല്ലാം വരുന്നുണ്ട്. അവരെ ഏറ്റവും പുതിയ നോട്ടീസുകളായിട്ട് വരുന്നു. പ്രത്യാരോപണങ്ങൾ. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ടീംസ് വന്ന് കയറി വരുന്നുണ്ട്. ഇങ്ങനെ എനിക്ക് സമയമായി, ജോലിക്ക് വരാൻ സമയം നമുക്ക് നോക്കണല്ലോ, കൃത്യമായിട്ട് വരണമല്ലോ ഇവിടെ. അപ്പോഴും ഇവർ വരുന്നുണ്ട്. എന്നാലും വോട്ടുകാരനോ ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്ക് നോക്കണ്ട, അവർക്ക് അവരുടെ ജോലി ചെയ്തേ പറ്റും. പക്ഷെ അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ ഇത് എങ്ങനെയും തീർന്ന് ഇതാണ് ആലോചിക്കുന്നത്. ജനാധിപത്യത്തിന്റെ ഉത്സവമാണല്ലോ തെരഞ്ഞെടുപ്പ് എപ്പോഴും. അതുകൊണ്ട് ഇവരൊന്നും പിന്നെ കാണൂലെന്ന് ആലോചിക്കുമ്പോൾ പിന്നെ വീണ്ടും ഒരു ദേഷ്യം വരുന്നത്. ഇപ്പോഴൊക്കെയാണ് കാണാൻ പറ്റുന്ന ഈ ഒരു കാഴ്ച. അതെ അതെ അതെ, അത് സത്യമാണ്. അതായത് നമ്മുടെ നാട്ടിൽ അതൊരു വലിയ പ്രശ്നം തന്നെയാണ് കേട്ടോ. കാരണം അത് ഈ അറന്നു പോകുന്ന ഈ നമ്മുടെ അടുത്ത് ഈ സ്നേഹം കാണിക്കുന്ന ആളുകൾ പിന്നെ നമ്മളവിടെ കാണുന്നതുമില്ല. ഈ ചിരിച്ചവരുടെ അടുത്ത് നമ്മൾ ചിരിച്ച് കാല് പിടിക്കേണ്ട അവസ്ഥയിലേക്ക് പോകുന്നത് അതെപ്പോഴും അങ്ങനെയാണ്. ആദ്യം അവർ നമ്മളെ തൊഴുത് കാണിക്കും. അത് കഴിഞ്ഞ കാര്യം കണ്ടുകഴിയുമ്പോൾ നമ്മൾ തിരിച്ച് അവരെ തൊഴേണ്ടി വരും. സാറേന്ന് വിളിക്കേണ്ടി വരും. ചെന്ന് എനിക്കൊരു ആവശ്യമുണ്ടെന്ന് സാഹചര്യം ചോദിക്കാൻ അവിടെ ചെല്ലേണ്ടി വരും. അപ്പോൾ ഈ ഇലക്ഷൻ കാലത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഇലക്ഷൻ കാലം നമ്മൾ എല്ലാ ലൂസ് ടോക്കിലും നമ്മൾ പറയുന്നത് ഇലക്ഷൻ കാലത്തെ അനുബന്ധ വാർത്തകളും നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഇലക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും നമ്മൾ നിർണായകമായിട്ട് പറയേണ്ട ഒരു വാർത്ത തന്നെയാണ് തൃശ്ശൂർ പൂരം. നമുക്ക് തീർച്ചയായും നമ്മൾ അക്കാര്യം തന്നെ നമ്മളൊന്ന് ലൂസ് ടോക്കിൽ നമ്മൾ വിശദമായി നമ്മൾ ആ കാര്യം ഒന്ന് പരിശോധിക്കേണ്ടി വരും. വളരെ അതിവിചിത്രമായി തോന്നുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു അനുഭവത്തിൽ ഇങ്ങനൊരു ഇത് കേട്ടിട്ടില്ല. കാരണം തൃശ്ശൂർ പൂരത്തിന് ചിലപ്പം സ്നേഹിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, എതിർക്കുന്ന കുറച്ച് പേരുണ്ട്, എന്തോ ആയിക്കോട്ടെ. പക്ഷേ ഇങ്ങനത്തെ ഒരു കടന്നുകയറ്റം, ഇതിൽ വിശ്വാസത്തിന്മേൽ അല്ലെങ്കിൽ എന്തിൻ്റെ മേൽ കടന്നുകയറ്റം കുറച്ച് കടന്നുപോയെന്ന് തന്നെ തോന്നുന്നുണ്ട്. അത് തീർച്ചയായും. കാരണം എന്ന് വെച്ചാൽ ഈ നമ്മൾ തൃശ്ശൂർ പൂരം എന്നൊക്കെ പണ്ട് കേട്ടിട്ടുണ്ട്. പൂരം വലിയ സംഭവമാണ് അങ്ങനെയൊക്കെ. പക്ഷേ ഈ ഞാൻ അവിടെ തൃശ്ശൂർ ജോലിക്ക് അവിടെ മാതൃഭൂമിയിൽ പണ്ട് 94 ജോലിക്ക് എന്നപ്പോഴാണ് ആദ്യമായിട്ട് ഈ നമ്മൾ ബ്യൂറോയിലായിരുന്നുണ്ട് പൂരത്തിൻ്റെ കാര്യത്തേക്ക് പോകണത്. അപ്പോൾ അവിടത്തെപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ വലിയൊരു വികാരം. നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറമാണ്. മറ്റുള്ളവർക്കൊക്കെ ഉള്ള ആളുകളൊക്കെ പോകും. അവിടെ ഈ ആനപ്രേമികൾ ആളിങ്ങനെ ആന വരുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടെ അവർ ആ സ്നേഹത്തോടെ ഇങ്ങനെ നോക്കിക്കുമ്പോഴേ നമ്മൾ അത്ഭുതപ്പെട്ടു. മാത്രമല്ല ഈ ആനകൾ ഒരു 10 ആന 20 ആന നിരന്ന് നിന്നാൽ ഓരോ ആനയുടെ പേരെന്താണ് തൃശ്ശൂർക്കാർക്ക് അറിയാം. നമുക്കറിയില്ലത്. നമുക്കെല്ലാം ഒരു ആന തന്നെയാണ്. പക്ഷേ അവർക്കറിയാം. അത് മാത്രമല്ല അതുപോലെ ഈ പിന്നെ പൂരത്തിൻ്റെ ഈ ആഘോഷങ്ങൾ, മേള പ്രമാണി ആരാണ്, അതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഇലഞ്ഞിത്തറ മുളക്ക് നടക്കുമ്പോഴല്ലോ ഇവരെല്ലാം അവിടെ ചെന്നുകൊണ്ട് അതിങ്ങനെ അത് ആസ്വദിക്കുന്നത് ഞാനത് നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. ഒരു പ്രത്യേക ഒരു വൈബ് തന്നെയാണ്. കാരണം നമ്മളിത് ഞാൻ നേരത്തെ പറയുന്നത് അത് ഒരു വ്യത്യസ്തനായാലും പോലും ചിലപ്പോൾ അത് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആഘോഷിക്കുന്ന ആൾക്കാർ ആണ് അതിനകത്ത്. ഈ ആനകളുടെ ഈ ഏതെങ്കിലും പർട്ടിക്കുലർ ആന ഇപ്പം മറ്റേ നമ്മുടെ ഇപ്പം രാമൻ എന്ന് പേര് കിട്ടിയ രാമേന്ദ്രൻ, തെക്കോട്ടുകാവ് രാമേന്ദ്രൻ ഒക്കെ തന്നെ അവർക്കൊരു വികാരമാണ്. ഈ നമുക്ക് ഒരു പക്ഷേ തെക്കൻ ജില്ലയിരിക്കുന്ന നമുക്ക് ഈ ആന അല്ലെങ്കിൽ വേറെ ആനെ കൊണ്ടുവന്ന് കൂടെ നമുക്കൊണ്ട് ഇവിടെ ചിന്തിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ നല്ല ഇപ്പൊ ആനയെ പോലും നമ്മൾ തിരഞ്ഞെടുത്ത് ഇത്ര ലക്ഷങ്ങൾ മുടക്കിയാണ് ഇതിനെ എല്ലായിടത്തും എല്ലാ അമ്പലങ്ങളിലും കൊണ്ടുവരുന്നപ്പോൾ അങ്ങനെ ഒരു രീതിയാണ്. കാരണം ആനയെ ഉത്സവത്തിന് പങ്കെടുപ്പിക്കണോ വേണ്ടേ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് അവിടെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളിവിടെ പണ്ട് മുതലുള്ള ഒരു ആചാരം ആ ഒരു രീതിയിൽ നിൽക്കുന്നത് തർക്കങ്ങളൊന്നും ഇല്ലാതെ പോവുക. കാരണം ഇപ്പൊ നടന്നു പോവുക എന്നുള്ളതിന് വേറെ പ്രശ്നമൊന്നുമില്ല. സാധാരണ എല്ലാ ഉത്സവങ്ങളിലും ഇങ്ങനെ കൃത്യമായിട്ട് നടന്നു പോവുക. നമുക്കറിയാം ഇവിടെ തന്നെ ഏറ്റവും വലിയ കുറേ ആചാരങ്ങൾ മറ്റു പാലുവൽ പൊങ്കൽ തന്നെ ശരി തന്നെ ഇവിടെ വിമാനത്താവളം മാതൃകയാക്കണം. നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ആറാട്ടം കടന്നു പോകുമ്പോൾ എയർപോർട്ട് ഒരു ദിവസം തുറന്നു കൊടുക്കുന്ന ഒരു
ആ വിമാനം പോലും മാറ്റി ചാർട്ട് ചെയ്യുന്നൊരു ക്ലോസ് ചെയ്തിട്ട് അല്ലാതെ ബാക്കി ആറാട്ടെ എന്നുള്ളത്. അതെ, ഇവിടെ വിശ്വാസത്തിന് നമ്മൾ അത് കാരണം നമ്മൾ ഇവിടെ ഭംഗം വരുത്തുന്നില്ല, അതുപോലെ തന്നെ ആരെയും വിഷമിപ്പിക്കുന്നില്ല, വേദനപ്പെടുക്കുന്നില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഇത് എന്താണെന്ന് മനസ്സിലാവില്ല. കാരണം ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് തുടക്കം മുതലേ പൂരത്തിന് ഒരുമാതിരി വിവാദങ്ങൾ ഉണ്ടാക്കാൻ ആരൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഈ ആനയെ കൊണ്ടുവരുന്നത്, ആനയെ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ. പക്ഷെ എല്ലാം നന്നായി നടക്കുമ്പോൾ ചിലർക്ക് ഹാലിളകും എന്ന് പറയും പോലെയാണ് ഇവിടെ എന്താണ് നടക്കുന്നത്. പോലീസിന് ഒറ്റ ആ ഒരു സേന, കാരണം പോലീസിനെ കൊണ്ട് നമുക്ക് ഉപകാരമില്ലെന്ന് ഇപ്പൊ നമുക്ക് എന്തായാലും പറയും. കാരണം ഇവിടെ നമ്മൾ ഒരുപാട് തവണ ഏറ്റവും കൂടുതൽ വിമർശനം കൊണ്ട് പറയേണ്ടി വന്നത് പോലീസിനെതിരെയാണ്. അപ്പൊ അവർ തന്നെയാണ് വീണ്ടും ഇങ്ങനത്തെ ഇല്ലാത്ത വിമർശനങ്ങൾ വാങ്ങുന്നതിനെ കുറിച്ചാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. ഞാൻ രാത്രി വൈകിയാണ് കിടന്നത്, പക്ഷേ ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മൾ സാറിന് ടി വിയിൽ വെളുപ്പിനാගෙන വെടിക്കെട്ടെന്ന് കാണാൻ നമ്മളെപ്പോഴും ശ്രമിക്കും. വലിയ ഇഷ്ടമുള്ളതാണല്ലേ കാണാൻ, ഓരോ കാഴ്ചയാണ്. അത് അതൊരു പ്രത്യേക ഒരു അനുഭവമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറച്ചുകൂടെ വെടിക്കെട്ടിൻ്റെ ആ ശക്തി കുറച്ചിട്ടുണ്ട്. പണ്ട് അങ്ങനെയല്ല, നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ളപ്പോഴും ഭയങ്കരമായി നമ്മൾ അല്ലാതെ നമ്മുടെ അല്ലാതെ നമ്മൾ അമ്പരപ്പിക്കുന്ന സംഗതിയാണ്. ഭയങ്കര ഫീലാണ്, അത് ഭയങ്കര രസമാണ്. അപ്പോൾ പക്ഷേ രാവിലെ ചാനൽ വാർത്ത വയ്ക്കുമ്പോൾ അറിയണത് ഇത് നേരം വെളുത്തിട്ടാണ് വെടിക്കെട്ട് നടത്തിയത്. എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്നുള്ളത്. ഈ പകൽ വെളിച്ചത്തിൽ വെടിക്കെട്ട് നടത്തി അതിൻ്റെ ആസ്വാദ്യത പോയില്ലേ? ആരോ പറയുന്ന പോലെ ഇത് മറ്റേ ഇരുട്ട വിളക്ക് വെള്ളം കോരിട്ട് സമയത്തിന് പഠിക്കുന്ന അതേ അവസ്ഥയായി പോയി. കാരണം ഇത്രയും നല്ല രീതിയിൽ അവർ ഏകോപിച്ച് കൊണ്ടുവന്നു. കാരണം ഇത് പല കാര്യങ്ങളും ഇവരെ ആചാരങ്ങൾ പോലും ലംഘിക്കപ്പെട്ടു എന്നാണ് ഇവരെ വേഷക്കാരി തന്നെ പറയുന്നത്. അവര് കൃത്യമായിട്ട് പല ആചാരങ്ങളും, അതായത് ഇന്നലെ പലരും കരയുകയുണ്ടായിരുന്നു. അതായത് ഈ നായ്ക്കനാൽ എന്ന് പറയാം, അവിടുത്തെ വരുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അത് ഇത്ര ആനയായിട്ട് വരുന്ന ഒരു ചടങ്ങൊക്കെ ആയിരുന്നു. അപ്പം ആ ഒരു ഇത് പോലീസ് കടത്തി വിടാത്തുണ്ട്. അത് പകുതിക്ക് വെച്ചത് മുടക്കി പോയേണ്ടി വന്നു. അതൊക്കെ ഒരു ആചാരലംഘനത്തിന്റെ ഭാഗമല്ല. എന്നെ ഞെട്ടിപ്പിച്ച കാര്യം, ഇപ്പൊ പ്രധാനമായും പൂരം നടത്തുന്നത് തിരുവമ്പാടി പറമക്ക ദേവസ്വങ്ങൾ തമ്മിലാണ്. അവരാണ് ഇത് നടത്തുന്നത്. തിരുവമ്പാടി ദേവസ്ഥത്തിന്റെ ദേവസ്ഥത്തിന്റെ ഒരു ചെയർമാനെ തന്നെ അവർ അവിടെ പിടിച്ചു നിർത്തിയതാണ്. ID കാർഡ് കാണും, ഞാനാണ് ചെയർമാൻ എന്ന് പറഞ്ഞിട്ട് പോലും. അപ്പോൾ ഇനി മനസ്സിലാത്തൊരു കാര്യം, ഈ നമ്മുടെ എപ്പോഴും ജില്ലാ പോലീസ് മേധാവി, ഇപ്പോൾ അവിടെ കമ്മീഷണറാണ്, ഇപ്പം ഇതാണല്ലോ കോർപ്പറേഷൻ ആയപ്പോൾ കമ്മീഷണറാണ്, അല്ലെങ്കിൽ കമ്മീഷണർ അല്ലെങ്കിൽ ജില്ലാ പോലീസ് സൂപ്രണ്ടൊക്കെയായി വരുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് ധാരണ വേണ്ടേ, അല്ലെങ്കിൽ കളക്ടറൊക്കെ തന്നെ. ഒരുപക്ഷെ അവർ അന്യ സംസ്ഥാനക്കാരാണെങ്കിൽ പോലും അവരത് അന്വേഷിക്കണം ഇവിടെ എന്താണെന്നുള്ളത്. ഇത് നമ്മൾ വിചാരിക്കുമ്പോൾ ചെറിയ കാര്യമല്ല, ഇത് തൃശ്ശൂരിൻ്റെ ഒരു വലിയൊരു വികാരമായിട്ടുള്ള പരിപാടിയാണ്. ഇതിനകത്ത് ഒരു പ്രശ്നം, ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ പോലും ലക്ഷക്കണക്കിന് പേരാണ് തൃശ്ശൂർ മൊത്തം അങ്ങ് റൗണ്ട് ചെയ്യുന്നത്. അത് മനസ്സിലാക്കുക. കാരണം ഒരു ചെറിയ അത് വലിയ ആപത്തുണ്ടാകും. കാരണം ഈ ആൾക്കൂട്ടം തന്നെ മതി. ആൾക്കൂട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ചിന്നിയെ തെറിച്ചാലോ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അവൻ്റെ പൂരത്തിനിടയിൽ നിൽക്കുമ്പോൾ തന്നെ അതിനകത്ത് ആ ജനപ്രവാഹത്തിനിടെ നമ്മളൊന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ എത്ര മരണം കൊണ്ട് സംഭവിക്കാൻ ആൾക്കൂട്ടം നിന്ന് മൊത്തം പറ്റിക്കഴിഞ്ഞാൽ. അങ്ങനത്തെ രീതിയിൽ ഇവര് ഒട്ടും ക്രമീകരണമില്ലാതെ ഈ പോലീസിന്റെ പിടിവാശി കാരണം മൊത്തം നശിച്ചു പോയ ശരത്ത് പറഞ്ഞ വാക്കാണ് കറക്റ്റ്. പിടിവാശിയാണ്. ഇതാണ് നിയമം. ഇത് നിയമം അനുസരിച്ച് ചെയ്യാൻ പറ്റും. എല്ലാത്തിനും നിയമത്തിൽ കയറി പിടിക്കാൻ പോയല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളെ ലൂസ് ടോക്കിൽ അത് ഞങ്ങൾ സംസാരിച്ചതന്നേ ഉള്ളൂ. നമ്മളായിട്ട് നിയമമൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് മനുഷ്യന് സ്വസ്ഥമായിട്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ വേണ്ടിയാണ്. അത് എല്ലാത്തിനും നിയമത്തിൻ്റെ പേരും പറഞ്ഞാൽ പിടിക്കാൻ പോയാൽ അതിന് നമുക്ക് നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. മുഴുവൻ നിയമം അനുസരിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടി വരികയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. പക്ഷേ അത് നമുക്ക് തന്നെ അറിയാം. അത് ആ സമയത്തൊക്കെ അവർ കുറച്ച് ഇളവ് അനുവദിക്കും. അവിടെ ജനപ്രതിനിധികളുണ്ടായിരുന്നു, മന്ത്രിമാരുണ്ടായിരുന്നു, തൃശ്ശൂർ ജില്ലക്കാരായ സ്ഥാനാർത്ഥി, എല്ലാവരും രാഷ്ട്രീയ നേതാക്കളും ഈ ക്ഷേത്ര ഭാരവാഹികളും നാട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഈ പോലീസ് എന്തിനിങ്ങനെ നിലവിട്ട് പെരുമാറുമെന്ന് മനസ്സിലാവുന്നില്ല. പലരെയും എനിക്ക് തോന്നുന്നത് സ്ഥാനാർത്ഥികളെ പോലും ഇവരങ്ങോട്ട് നടക്കാൻ അനുവദിക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞല്ലോ, തീർക്കാൻ ശ്രമിച്ചവരെ. ഈ ക്ഷേത്രത്തിന്റെ ഈ ഭരണ ചുമതലയുള്ളവരെല്ലാം തന്നെ ഈ വെടിക്കെട്ട് പലയിടത്തും പിടിച്ചു നിർത്തി. കാരണം ഇവര് ഈ പലയിടത്തും ബാരിക്കേഡ് വെച്ചത് കൊണ്ട് തന്നെ പലയിടത്തും ആൾക്കൂട്ടം അധികമായി പോയത്. കാരണം എന്തോ ഒരു ഭയം കൊണ്ടാണ് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകുന്നത്. അത് കാരണം പലയിടത്തും ആൾക്കൂട്ടം കൊണ്ട് ചിലയിടത്ത് വണ്ടി ബ്ലോക്കായി. അങ്ങനെ മൊത്തത്തിലാകെ തൃശ്ശൂർ ജില്ല മൊത്തം അങ്ങനെ തകിടം മറിക്കുന്ന അവസ്ഥയായിരുന്നു. കാരണം ഇത് ഇവിടെ ആണെങ്കിൽ പോലും ഇതിന്റെ ഇമ്പാക്ട് ഇവിടെ നിന്നാണെങ്കിൽ പോലും നമ്മുടെ തൃശ്ശൂർ ബൈപ്പാസ് വഴി കടന്നു പോകുന്ന വാഹനങ്ങളെല്ലാം ആണെങ്കിൽ പോലും വലിയ രീതിയിൽ ബാധിച്ചാൽ തൃശ്ശൂർ മൊത്തത്തിൽ ബാധിച്ചിട്ടുണ്ട്. കാരണം ഇത് വലിയ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്രമല്ല 2 മന്ത്രിമാരുമായിട്ട് ബന്ധപ്പെട്ട അവിടെ ഉണ്ട്. എന്നിട്ട് പോലും ഒരു പ്രശ്നപരിഹാരത്തിന് പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇവരൊക്കെയാണ് ഇനി നമ്മൾ വോട്ട് ചെയ്ത് ഇവരെ പറഞ്ഞു. രാത്രിയോടെ തന്നെ ഈ ചർച്ചകളും ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി. എനിക്കൊന്ന് 10 മണിയോടെ എന്തോ തുടങ്ങിയ ഒരു പ്രശ്നങ്ങളാണ്. രാവിലെ 6 മണി വരെ വേണ്ടി വന്നു. 6 മണിയായിട്ട് വെടിക്കെട്ട് നടന്നില്ല അവസ്ഥ ആലോചിച്ച് നോക്കി നോക്കും. ഇവരെ കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. തിരുവമ്പാടി ദിവസക്കാരത്ത് പിന്മാറുന്നതും കണ്ട് ആദ്യം അവർ പറഞ്ഞിരുന്നു. പിന്നീട് സംഭാഷണമൊക്കെ നടത്തിയിട്ടാണെന്നാണ്. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ തൃശ്ശൂർക്കാരുടെ മൊത്തം വികാരവും മാറുന്നറിയാം. അതെ അതെ. പക്ഷെ അതിന് സ്വീകരിച്ച മാർഗങ്ങളെ നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളാണ് പ്രധാനം, അല്ല ഉദ്യോഗസ്ഥന്മാരല്ല. അതെന്തുകൊണ്ട് അവർ മനസ്സിലാക്കുന്നില്ല. പോലീസ് ഇത്രയും ധൈര്യമായിട്ട് എന്തിഷ്ടവും ചെയ്യാം എന്ന് അവർ പ്രഖ്യാപിക്കുമ്പോഴേ അത് ഒരു ശരിയായ നടപടിയല്ല. അതൊരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ജനപ്രതിനിധികൾ തന്നെയാണ് വരുന്നത്. അവർ തീരുമാനിക്കാന്നുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ. അതെ.
ഇതിന്റെ ചോദ്യങ്ങളെല്ലാം തന്നെ എത്തുന്നത് നമുക്ക് ആഭ്യന്തരം ഭരിക്കുന്നത് എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ ഒരു ചിലപ്പം അറിയായിരിക്കും, ചിലപ്പോൾ വിശ്വാസം അദ്ദേഹത്തിന് ചിലപ്പോൾ ഇല്ലായിരിക്കാം. പക്ഷെ ഇതുപോലെ വിശ്വാസികളുടെ ഒരു മനസ്സും കൂടെ മാനിക്കേണ്ടതുണ്ട്. വിശ്വാസം ഇല്ലെങ്കിലും മറ്റുള്ള വിശ്വാസം മാനിക്കണം, അതാണ് മര്യാദ. അതെ, ഇപ്പം നമ്മളിപ്പം ഇത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഒരിക്കലും ആഘോഷിക്കാനേ പാടില്ല, ഇത് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങനെ നിരോധിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ രീതിയിലേക്കാണ് കാര്യം കിടക്കുന്നത്. കാരണം ഇവർ ഭരണത്തിലേറിയത് മുതലേ തന്നെ പൂരത്തിലുണ്ടായ അനിഷ്ടങ്ങളും ഈ ഒരു പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പൂരത്തിന് മാത്രമല്ല, ഇപ്പം നമ്മൾ എന്തിനാണ്, കാരണം അവരുടെ ആദർശവും ഇതൊക്കെ ഉണ്ട്, അവരുടേതായ ശരികളുണ്ട് എന്ന് വെച്ച് നമുക്ക് ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഇത്രയും പേര് വലുതാണ്, ഇത്രയും പേര് സപ്പോർട്ട് ചെയ്ത ഒരു പൂരത്തിനെ തന്നെ എതിർക്കാൻ നിൽക്കുന്നത് എന്തിനാണെന്ന് ഇതുവരെ അല്ല. മാത്രമല്ല ഈ ജനപ്രതികൾ ഇപ്പം തൃശ്ശൂരുള്ള മന്ത്രി കെ രാജൻ അദ്ദേഹം നാട്ടുകാരനാണ്, അവർക്കെല്ലാവരും അറിയാം തൃശ്ശൂരിൻ്റെ ഒരു വികാരം എന്താണെന്നുള്ളതും തൃശ്ശൂർ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്, ഇത് എങ്ങനെ ആദ്യമായി കൃത്യമായി നിയന്ത്രിച്ച് കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ തന്നെ അവർക്കെല്ലാം അറിയാം. നിങ്ങൾക്ക് തന്നെ അറിയില്ല, ഇപ്പം ശരത്തൊക്കെ ആറ്റൂർ പൊങ്കാലയുടെ നിങ്ങളുടെ അതിൻ്റെ സംഘാടകരാണ്. കൃത്യമായിട്ട് പോലീസ് ഇവിടെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്തും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും വന്ന് ഭംഗിയായി നടത്തിക്കാൻ ഒരിക്കലും ഒരു അപശബ്ദം ഉണ്ടാവാറില്ല. അതെന്തുകൊണ്ട് തൃശ്ശൂരിൽ സംഭവിച്ചില്ല? അത് ഈ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്നുള്ളത് വളരെ പ്രസക്തമായ കാര്യമാണ്. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ജുഡീഷ്യൽ അന്വേഷണം കണ്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നാണ്. സത്യം ഇത് അന്വേഷിക്കണം, എന്തായാലും ഇത് അന്വേഷിക്കണം. കാരണം ഇതെന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് ജനങ്ങൾക്ക് അറിയണം. ഇത് ആരെയോ തലയിൽ ഉദിച്ച സംഭവമാണെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഈ ഒരു പിടിവാശിയിൽ എത്രയെങ്കിലും, കാരണം ഒരു മൊത്തം പോലീസ് ഫോഴ്സിനെ തന്നെ ഈ രീതിയിൽ എത്തിച്ചെങ്കിൽ അതിന് പിന്നിൽ ആരെയോ കൈകളുണ്ടെന്ന് തന്നെയാണ് ഉറപ്പായ ഒരു കാര്യമാണ്. അതിന് കൃത്യമായിട്ടൊരു അന്വേഷണം വേണം. ആരാണ് അതിന് കാരണക്കാരൻ? കാരണം ഇങ്ങനെയുള്ള ഈ ഒരു ചെറിയ, ഇപ്പം നമ്മൾ പറയാം പൂരത്തിൽ ഒരു ആന ഇപ്പം ഇടങ്ങിയാൽ എന്ത് പറ്റും, അതുപോലെ തന്നെ ഇപ്പൊ കുറച്ച് പോലീസുകാർ ഇടങ്ങിയതാണ് മൊത്തം തൃശ്ശൂരിനെ തന്നെ അത് ബാധിച്ചു. മൊത്തം വിശ്വാസികളുടെ ഒരു വിശ്വാസം ഇല്ലാതായി പോയത്. അതാണ് ഈ മന്ത്രിമാരെന്ന് പറഞ്ഞാൽ തീർച്ചയായും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എത്രയോ മുകളിലാണ് പ്രോട്ടോകോൾ അനുസരിച്ച് അവർക്ക് തീരുമാനിക്കാൻ കാര്യങ്ങൾ. പോലീസുകാർക്ക് ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ മതി. പക്ഷേ എല്ലാവരും കൈമലത്തിൽ കാണിച്ച് എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. എല്ലാവർക്കും എന്തോ ഒരു സ്ഥലത്ത് പറഞ്ഞതുപോലെ ഇതെന്തോ ഒരു വശക്കേട് നമ്മൾ കാണുന്നുണ്ട്. സംശയം വേണ്ട, നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ അത് വേറെ പ്രശ്നമായി. അതെ, നമ്മൾ പറയുന്നില്ല. പക്ഷേ എന്നാൽ അത് ശരിയല്ല, അതൊരിക്കലും. അത് ഒരു ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു പരിപാടിയാണ്. അത് മതവിശ്വാസമൊക്കെ നമുക്ക് മാറ്റി നിർത്തും. ഇത്രയും ജനങ്ങൾ കൂടുന്ന ഒരു വലിയ ഉത്സവമാണ്. അത് കേരളത്തിലെ ഏറ്റവും വലിയ ഉത്സവങ്ങളിലൊന്നാണത്. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഈ യാതൊരു തരത്തിലുള്ള ഈ ഒരു പോലീസ് സംവിധാനങ്ങൾ കൃത്യമായി നടപ്പിലാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ പിഴവാണത്. ഇതെല്ലാം പരിമിതികളുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു വിശ്വാസം അല്ലെങ്കിൽ ആചാരത്തിലേക്ക് ഇടപെടേണ്ട ഒരു പരിമിതിയുണ്ട്, അത് പാലിക്കാതെ വേണ്ട. നമ്മൾ കണ്ടതാണ് ശബരിമല ഉണ്ടായ ഒരു വിഷയത്തിൽ എത്രത്തോളം ഇവർ തന്നെ ഇടപെട്ട്. എനിക്കൊന്ന് ഇടതുപക്ഷം ഭരിച്ച ദേവസ്വം ഉണ്ടായിരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായതും. അതൊക്കെ കാരണം തന്നെ മൊത്തം താല്പര്യമില്ലാത്ത സ്ത്രീകളെ തന്നെ കുത്തിക്കയറ്റി പോലീസിനെ ഹാലിളക്കി വിട്ട് ആകപ്പാടെ മൊത്തം ജനത്തിന് മൊത്തം ഒരു പ്രശ്നം ഉണ്ടാക്കിയ രീതിയിൽ ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ സമാനമായ അവസ്ഥ തന്നെ വീണ്ടും വന്നേക്കുന്നത്. കാരണം ഇതൊക്കെ സാധാരണക്കാരുടെ വിഷയമാണ്. അതൊക്കെ വലിയ രീതിയിൽ നമ്മൾ രാഷ്ട്രീയ വിഷയമാക്കേണ്ട ഒരു വിഷയവുമല്ല. ഇതൊക്കെ വലിയ രീതിയിൽ പെരുപ്പിച്ച് കാണിച്ചത് ആർക്ക് നേട്ടം ഉണ്ടാക്കി കൊടുക്കാനാണ് ഇത് ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിലാവുന്നത്. അല്ല, ഞാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ ഈ അന്ന് ഞാൻ അവിടെ ജോലി സമയത്ത് അന്ന് പൂരം നടക്കുമ്പോൾ അന്ന് കോർപ്പറേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ ജില്ലാ പോലീസ് സൂപ്രണ്ടാണ് MN കൃഷ്ണമൂർത്തി എന്ന് പറയുന്ന ഒരാളായിരുന്നു അന്ന് ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്നു. IPS ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം മറ്റേ സംസ്ഥാനക്കാരനാണെന്ന് തോന്നുന്നു. അന്ന് ജില്ലാ കളക്ടറായിരുന്നത് L രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞു. നമ്മൾ കേരള കേരള IPS ഉദ്യോഗസ്ഥനാണ്. വളരെ തിരുവനന്തപുരം സ്വദേശിയാണെന്ന് തോന്നുന്നു അദ്ദേഹം. പക്ഷേ ഇവർക്ക് എത്ര ഭംഗിയായിട്ട് കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്നറിയാം എല്ലാവരും. അത് വളരെ അന്ന് ആ ദിവസം തന്നെ വലിയൊരു വൈകുന്നേരമായപ്പോൾ മഴയ്ക്ക് സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ വെടിക്കെട്ട് കുറച്ച് നീളുമോ എന്നൊക്കെ സംശയമാണ്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. ഭാഗ്യവശാൽ അന്നെല്ലാം വളരെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാർ എത്ര അന്ന് ജനപ്രതികളൊക്കെ എല്ലാം അവിടെയുണ്ട്. പക്ഷേ എത്ര ഭംഗിയായിട്ട് അവരത് ചെയ്തു എന്നുള്ളതാണ്. എത്ര കൃത്യതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയി. പക്ഷേ ഇത് അങ്ങനെ ഒന്നും സംഭവിക്കാതിരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്താണെന്ന് നമ്മൾ അന്വേഷിക്കേണ്ടി വരും. തീർച്ചയായും ഈ പോലീസിൻ്റെ ഒരു നിലപാട് ഇങ്ങനെ നമ്മളിങ്ങനെ കാണുന്നതല്ല. കാരണം ഞാൻ നേരത്തെ പറയുമ്പോൾ തന്നെ ഈ ആറ്റുകാലൊക്കെ തന്നെ നമുക്കറിയാം അവിടെ വരുന്ന ആൾക്കാർ തന്നെ പോലീസുകാർക്ക് അത്രയും സൗഹാർദ്ദപരമാണ്. നമ്മളിപ്പോൾ ഒരു മീറ്റിംഗ് എല്ലാവരും മന്ത്രിമാരും പോലീസുകാരും നാട്ടുകാരും എല്ലാവരും ട്രസ്റ്റുകളും എല്ലാവരും കൂടെ ചേർന്നൊരു മീറ്റിംഗ് വയ്ക്കും. അതുപോലെ തന്നെയാണ് അത് നടക്കുന്നത്. രീതി എങ്ങനെയാണ് ഇതിന് മുന്നേ എന്തൊക്കെ അതുപോലെ തന്നെയാണ് ഇപ്പം യോഗങ്ങൾ ചേരാറുണ്ട്. ഇപ്പം അതിനകത്ത് തന്നെ പൗരപ്രമുഖരുണ്ടാവും, അതുപോലെ തന്നെ ജനപ്രതിനിധികളുണ്ടാവും, അതുപോലെ രാഷ്ട്രീയക്കാരും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുണ്ടാവും. പിന്നെ പോലീസ് ഏകോപിപ്പിച്ചുകൊണ്ട് തന്നെ നടക്കും. കുടുംബം നമ്മൾ എത്ര കുടുംബങ്ങളാണ് ആറ്റുകാൽ പൊങ്കാല ക്ഷേത്രത്തിന്റെ 76 കുടുംബങ്ങൾ. ഇവരെല്ലാവരും കൂടെ യോജിച്ചാണ് ഇത് കറക്റ്റായിട്ട് കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് പോലീസിന്റെ ആവശ്യമില്ലെങ്കിലും വരുന്ന ഈ എല്ലാ സ്ത്രീകൾക്കും അറിയാം അവരെ തന്നെയാണ് ഇപ്പം സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. അതിന് പോലീസിന്റെ ഒരു ഇടപെടലിന്റെ ആവശ്യമില്ല. അവർക്കറിയാം. എനിക്കറിയാം എത്രയോ സ്ത്രീജനങ്ങൾ ഇപ്പം വനിതാ പോലീസുകാർ തന്നെ സഹായമായിട്ടുണ്ട്. അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാം സഹായമായിട്ട് എത്തുന്നുണ്ട്. നമുക്ക് അങ്ങനെയൊക്കെ കേട്ട് വളർന്ന് നമുക്ക് ഇങ്ങനെ ഈ മുഖം തിരിക്കുന്ന ഒരു നടപടി അതെന്താണ് കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം എന്തോ അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രേരിപ്പിച്ചത്, ആ ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്താണ്, ബാഹ്യ ശക്തി ആരാണ്,
അതൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അതെ, ഇപ്പോൾ ശരത്തിൻ്റെ കുടുംബവും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ട്രസ്റ്റികളിൽ പെടുന്ന കുടുംബമാണ് ശരത്തിൻ്റെത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഞങ്ങളെക്കാളൊക്കെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനെക്കുറിച്ച് ആദ്യമായിട്ട് ശരത്തിന് പറയാൻ കഴിയും. ഈ തിരുവനന്തപുരത്ത് അന്ന് ആ പൊങ്കൽ നടക്കുന്ന ദിവസം തലേദിവസം ഒക്കെ തന്നെ തിരുവനന്തപുരത്ത് അതിന് ആരുടെ വീടായാലും എല്ലാവരും വാതിൽ ഗേറ്റുകൾ തുറന്നിട്ടിരിക്കുകയാണ്. ആർക്കും അവിടെ അവരുടെ വീട്ടിൽ ചെന്ന് വെള്ളം എടുക്കാം, അല്ലെങ്കിൽ ബാത്റൂം ഉപയോഗിക്കാം, എല്ലാ കാര്യം വിശ്രമിക്കാം. പിന്നെ ആരും ഒരിക്കലും ഒരു തടസ്സം പറഞ്ഞു ജാതിമത ഭേദമന്യേ അതിമനോഹരമായി നടത്തുന്ന ഒരു പരിപാടി തന്നെയാണ് ഈ ആറ്റുകാൽ പൊങ്കാല. പൂർവ്വം എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ കണക്കുകൾ നോക്കിയാൽ മനസ്സിലായി ഇതിനകത്ത് ക്രൈം റേറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ കുറവായിരിക്കും. കാരണം അതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം, നമ്മൾ പോലീസ് സഹകരിച്ച് കൃത്യമായിട്ട് കാര്യങ്ങൾ നടന്നു പോകും. അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇത്രയും ഇത് വരുന്നത്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് ഈ ഇലക്ഷൻ സമയം ആയതുകൊണ്ടും ആരെയൊക്കെയോ കുബുദ്ധികൾ ഇതിനകത്ത് മാത്രമല്ല അവിടെ എനിക്ക് കാരണം മറ്റു ചിലർ പറഞ്ഞിരുന്നു അവിടെ ഈ കുടമാറ്റം നടന്നപ്പോഴേ എന്താ രാംലല്ലയുടെ എന്തൊക്കെ പടം അതിലുണ്ടായിരുന്നു, അയോധ്യയിലെ എന്തൊക്കെ പടം ഉണ്ടായിരുന്നു, അങ്ങനെ അത് ചിലർ പ്രകോപിച്ചിരിക്കാന്ന് പറഞ്ഞാൽ അത് ഇതിനൊരു കാരണമാണെന്ന് നമുക്കൊരിക്കലും ആരോപിക്കാൻ കഴിയുകയില്ല. അങ്ങനെയാണ് കാര്യം ചിന്തിക്കാം. പക്ഷേ ഇതൊന്നും ഒരിക്കലും നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പാടില്ലാത്തതാണ്. കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കാതായത് ഭാഗ്യം എന്ന് വേണം പറയാം. അതെ, എനിക്കൊന്ന് ഓരോ പൂരപ്രേമി, കാരണം നമുക്കറിയാം ഈ ഒരു ചൂടത്തും, അതായത് തലേദിവസമേ വരും ഇതിന്റെ ഇപ്പം നമുക്കറിയാം രാത്രിയായാൽ പോലും എന്റെ ചൂട് തൃശ്ശൂരിലൊക്കെ ചൂട് ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ്. നമ്മൾ ഇവിടെ രാത്രി എത്തി അന്നത്തെ ദിവസം പകൽ ഇതും കണ്ടിട്ട് നമ്മൾ മനസ്സിലാക്കുക സാധാരണ തിരക്കുണ്ടാവുമെന്ന് എനിക്കറിയില്ല. കാരണം ചൂട് കാരണം കുറെ പേരൊന്നും പോയിട്ടില്ല. അതൊന്നും എല്ലാവരുടെ പ്രതീക്ഷ രാത്രി ഇതുപോലെ മേളം കാണാം, ഈ ഇലങ്ങിത്തറ മേളം കാണാം, അത് കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ, ഈ ഒരു എഴുന്നള്ളത്ത്, അത് അതിനുശേഷമുള്ള വെടിക്കെട്ട്, അതിനുശേഷമുള്ള പകൽപൂരം എല്ലാം കണ്ടിട്ടൊക്കെ സ്വസ്ഥമായിട്ട് മടങ്ങാന്ന് വിചാരിക്കുന്നവർക്കാണ് ഈ ഒരു നേരം വെളുത്ത് 7 മണിക്ക് 7:15 ശേഷം വർഷത്തിൽ ഒരിക്കൽ. ഓരോ തൃശ്ശൂർ പൂരം ഇപ്പം ഇന്ന് കഴിഞ്ഞ അടുത്ത വർഷത്തിലേക്ക് കാത്തിരിക്കുന്ന കൗണ്ട് ഡൗൺ ചെയ്ത ആൾക്കാർ പോലും ഉണ്ട്. ഒരു പൂരം വികാരമാണ്, പൊങ്കാല പോലെ തന്നെയാണ് അത്, അതൊരു വികാരമാണ്, അവർക്കൊരു വികാരം. അപ്പൊ അതൊക്കെ കടന്നു പോയിട്ട് വന്ന ദിവസം ഇങ്ങനെ ഒരു ദുരിതം. കാരണം ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചു. കാരണം ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞാൽ ഉച്ചക്കൊക്കെ ചൂടൊക്കെ അങ്ങനെയാണ്, ആ ചൂടൊക്കെ സഹിച്ച് അവർ ഇത്രയും വന്നിട്ടും അതിന്റെ റിസൾട്ട് ഇല്ലാതെ പോയി പറയുമ്പോൾ ഓരോരുത്തരും കരങ്ങിക്കൊണ്ടാണ് പോകുന്നത്. അതൊക്കെ സങ്കടം തോന്നുന്നു അവരുടെ കാര്യമാണ്. അല്ല അത് ഈ ഇവരെന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അതൊരു വലിയ വികാരമാണ് ആളുകളെ സംബന്ധിച്ച്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ വലിയൊരു വികാരമാണ്. അപ്പോൾ അതിനൊരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. അപ്പോൾ പോലീസ് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെന്നൊരു കൃത്യമായിട്ട് ഇത് ഫലപ്രദമായി ഇടപെട്ടില്ല. റവന്യൂ ഉദ്യോഗസ്ഥന്മാരൊക്കെ കാണുമല്ലോ, സർവോപരി ജനപ്രതിനിധിയോടെ നിൽക്കുകയല്ലേ. ഈ സ്ഥാനാർത്ഥികളൊക്കെ അവിടെ ചെന്നിട്ടൊന്നും അവരൊന്നും അങ്ങോട്ട് നേരെ കടത്തി വിട്ടില്ലെന്ന് തോന്നുന്നു. ഒരു ഇന്നലെ പക്ഷേ പകലൊക്കെ എല്ലാവരും ചിത്രങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. പലരും സെൽഫി എടുത്തതും തൃശ്ശൂർക്കാർ വിവിധ രാഷ്ട്രീയ നേതാക്കളും സ്ഥാനാർത്ഥികളൊക്കെ ആണ് ഒരുമിച്ച് നിൽക്കുന്ന പടങ്ങളൊക്കെ നമ്മൾ നോക്കുക, കൊള്ളാം, ഭംഗിയായിട്ട് കാര്യങ്ങൾ പോവുകയാണല്ലോ എന്ന് നമ്മൾ കരുതിയിരുന്നു. അതാണ് മൊത്തത്തിൽ അങ്ങനെ ഒരു ഇത്തവണത്തെ പൂരം അതിൻ്റെ ഒരു ശോഭ എത്രയാണ്. അതെ, നമ്മുടെ ഈ മാസങ്ങളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഉത്സവങ്ങളുടെയാണ്. ഈ കുംഭമീനം, മേടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഉത്സവങ്ങളുടെ ഒരു കാലമാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്ക് തോന്നുന്നത് ആറാട്ട്, അത് ഇതുപോലത്തെ വലിയൊരു പരിപാടിയാണല്ലോ. ആറാട്ട്, തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആറാട്ട്, ഇതൊക്കെ ജനങ്ങൾ ഭയങ്കര ആവേശത്തോടെ ജാതിമത ഭേദമന്യേ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ അത്തരം സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ചു കൂടാന്നുള്ളതാണ്. അത് ശരിക്കും ഒന്ന് അന്വേഷിക്കേണ്ടത് തന്നെയാണ്, എന്താണ് അവിടെ സംഭവിച്ചെന്നുള്ളത് യഥാർത്ഥത്തിൽ. അതിന് ഉത്തരവാദികളായ പേരിൽ തീർച്ചയായും നടപടി എടുക്കണം. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആളുകളെ ഈ പിന്നെ ഒരു വലിയ റിസ്ക് എടുക്കുകയായിരുന്നത് ശരിക്കും പറഞ്ഞാലേ. അത് എല്ലാത്തിനെയും നിയമം പറഞ്ഞതുപോലെ എല്ലാ നിയമം അനുസരിച്ച് അങ്ങനെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ. അല്ല, ഇവിടെ നമ്മൾ ഈ വിചാരിക്കുന്ന ഒരു കാര്യം, ഇവിടെ പോലീസ് ഇത്രയും ശക്തമാണ്, എല്ലാത്തിലും കർക്കശമായിട്ട് നടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇവിടെ എത്രത്തോളം ക്രൈം റേറ്റുള്ള ഒരു ബോംബ് പൊട്ടി, ഇവിടെ മയക്കുമരുന്ന് കേസ്, ഇവിടെ ഒരാൾ അടിച്ചു കുടിച്ചു, അങ്ങനെ കുറെ കേസ്. ഇവിടെ ഒന്നും കൃത്യമായിട്ട് ഇല്ലാതെ ഈ ഒരു കേസിൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ തിരികെ കയറുന്നത് മനസ്സിലാവാത്ത കാര്യമാണ്. ശബരിമല വിഷയം ഒന്ന് വലിയ രീതിയിൽ പൊട്ടിപ്പുറത്തപ്പെട്ടപ്പോൾ തന്നെ ഇവരുണ്ടാക്കിയ വിവാദങ്ങൾ നമുക്കറിയാം. അപ്പം പോലീസുകാർ കടന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ട്, അവർ പരിധി വിട്ടിട്ട് അവർ പോയിട്ടുണ്ട്. കുറെ നമുക്കറിയാം നല്ല പോലീസുകാരുണ്ട് അതിനകത്ത്, കാരണം അതുമായിട്ട് സഹകരിക്കുന്ന വിശ്വാസങ്ങളുള്ള കുറെ പേരുണ്ട്. പക്ഷെ അതൊക്കെ കടന്നുപോയ കുറെ പേരുണ്ടായിരുന്നു. അപ്പം വലിയ പ്രതികാര ബുദ്ധിയോടെ നിൽക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്, അതൊക്കെയാണ് വിഷയം. നമ്മളിവിടെ കൃത്യമായ ജോലി എടുക്കണമെങ്കിൽ എല്ലാ മേഖലയിലും അത് വേണം. അല്ലാതെ പ്രത്യേക ഒരു രീതിയിലേക്ക് എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയെ സേവിക്കാനും ഈ ഒരു കാര്യത്തിന് മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്നത്, കാരണം ആഭ്യന്തരം കൂടെ ആണല്ലോ. ഇപ്പം അദ്ദേഹത്തിന്റെ സ്തുതി കേൾക്കാൻ വേണ്ടിയാണെങ്കിൽ ഇങ്ങനത്തെ ഇതാണെങ്കിൽ മൊത്തത്തിൽ മോശമായി പോകുന്നേ പറയാനുള്ളൂ. കാരണം ഇതിപ്പം നയിച്ചത് കുറെ പേരുടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ ആൾക്കാരുടെ മനസ്സും അങ്ങ് വിഷമിപ്പിച്ചിട്ട് നടത്തിയരുത്. അതെന്താ എത്രത്തോളം ഇത് ഇവർക്ക് ഇലക്ഷനിലായിരിക്കുന്നത് തീർച്ചയായിട്ടും ബാധിക്കാൻ പോകുന്നത്. എന്തായാലും ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത് എന്തായാലും ഗുണമായി മാറും, അതിൽ സംശയമില്ല. മാത്രമല്ല ഒരാൾ കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാവുന്നത് മറ്റൊരു അതെ അത് നമുക്ക് ഇത് പിന്നെ ഈ കൃത്യമായി ഈ ക്ഷേത്ര ദേവസ്വം ഭാരവാഹികളുമായിട്ടൊക്കെ തന്നെ സംസാരിച്ച് നേരെ ചർച്ചയാക്കി ധാരണയോടുകൂടി തന്നെയാണ് എപ്പോഴും മുന്നോട്ട് പോകാറുള്ളത്. പക്ഷേ
അത് പിന്നെ അത് ആരും മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ ഇത് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നത് ശരിയായ നടപടിയല്ല. ഇത്രയും ജനങ്ങൾ വരുന്നൊരു സ്ഥലമാണ്. അതാണ് വിശ്വാസമൊക്കെ രണ്ടാമത്തെ കാര്യം നമുക്ക് ചിന്തിക്കാം. ഇത് ജാതിമത ഭേദമന്യേ ഇത്രയും പേര് ഒത്തുകൂടുന്ന ഒരു സ്ഥലം, ഇത്രയും ആനകൾ നിറഞ്ഞിരിക്കുന്ന സ്ഥലം ഒരുപാട് പ്രത്യേകതയുള്ളതാണല്ലോ. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഇത്രയും ഈ കാര്യങ്ങൾ പിടിവിട്ട് പോകുക എന്ന് പറഞ്ഞത് സങ്കല്പിക്കാൻ കഴിയാത്തതാണ്. ഈ നേരം വെളുത്തിട്ട് ഇപ്പോൾ ഈ വെടിക്കെട്ട് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ കഷ്ടമാണെന്നേ പറയാൻ കഴിയുള്ളൂ. നമുക്ക് തന്നെ അറിയില്ല, ആ പൂരത്തിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ രാത്രി അതിൻ്റെ ആ ഒരു വെടിക്കെട്ടിൻ്റെ മനോഹാരിതയാണ്. അത് നേരം വെളുത്ത് നല്ല സൂര്യ ഉദിച്ചതിന് ശേഷം വെളിച്ചത്തിൽ നടത്തുക എന്നൊക്കെ പറയണത് അത് ഈ വല്ലാത്ത വളരെ മോശമായി പോയി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇത് ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചതെന്നുള്ള അടിയന്തരമായി കണ്ടുപിടിച്ചേ പറ്റും. ഇതിപ്പോ തൃശ്ശൂർ പൂരം മാത്രം, ഇനി ഒരുപാട് നമുക്കറിയാം ഇങ്ങനത്തെ കുറെ ഇതുണ്ട്. അതെ. ഇപ്പോൾ നമ്മൾ കേരള പോലീസിനെ കുറ്റം പറയുന്നൊന്നുമില്ല, നമ്മൾ മൊത്തത്തിൽ അവരെല്ലാം കുഴപ്പക്കാരാണെന്നൊന്നും അല്ല. പക്ഷേ ഇത് നിയന്ത്രിച്ചത് ആരാണ്, അതാണ് നമ്മൾ അവിടെ ചോദിക്കേണ്ട കാര്യം. പോലീസ് ആണെങ്കിലും റവന്യൂ അധികൃതരാണെങ്കിലും ജനപ്രതിനിധികളാണെങ്കിലും ഒക്കെ തന്നെ അത് വളരെ കൃത്യമായി ഇത് ഏകോപിപ്പിച്ച് കൊണ്ടുകൊണ്ടൊരു കാര്യമാണത്. ഏകോപനം തെറ്റിയാൽ ശരിയാവില്ല. അത് കൃത്യമായി അത് ചെയ്ത് നമ്മൾ പിന്നെ ചാനലുകളിൽ ജോലി ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒരു കാര്യം ഒരു പ്രോഗ്രാം ചെയ്യാൻ പോലും നമ്മൾ റൺ തയ്യാറാക്കുമല്ലോ. അതനുസരിച്ച് പോയാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മുന്നോട്ട് പോവുള്ളൂ, അതല്ലെങ്കിൽ പണി പോകും. അല്ല, മാത്രമല്ല ഇതിനകത്ത് വേറെ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നത്, ഇതിൻ്റെ പോലീസ് വകുപ്പ് ഭരിക്കുന്ന മന്ത്രി തന്നെ ഇതിനകത്ത് കുറച്ച് കൃത്യമായിട്ടൊരു ഇത് വിശദീകരണം നൽകേണ്ടതുണ്ട്. ഇപ്പം അത് മുഖ്യമന്ത്രി ആയാലോ ആരായെന്ന് വെച്ചിട്ട് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ആര് ഇത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായൊരു മറുപടി കൊടുക്കുക, എന്ത് പറ്റിയെന്ന് വിശദീകരിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്, ആരായാലും തന്നെ. അതിനകത്ത് ഇപ്പം നമ്മൾ സീനിയോറിറ്റി അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറയേണ്ട കാര്യമില്ല. മാത്രമല്ല വേറൊരു കാര്യം, ഇതിനകത്ത് ആദ്യം ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും അവസാന സമയത്ത് എനിക്ക് തോന്നുന്നു MV ഗോവിന്ദൻ മാസ്റ്ററൊക്കെ പോലീസിനെ ശകാരിച്ചുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ആദ്യം എനിക്കൊന്ന് ഇലക്ഷൻ സമയമായതുകൊണ്ട് ആയിരിക്കാം, കാരണം അവരുടെ തത്വത്തിൽ നിന്ന് വളരെ വിപരീതമാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ പക്വമായിട്ട് തീരുമാനിച്ചില്ലെങ്കിൽ ഇത് വിശ്വാസത്തിന്റെ മാത്രമല്ലല്ലോ, ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഏതെങ്കിലും മാത്രമേ വിശ്വാസമില്ല, എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലം. നമുക്കൊക്കെ ഉള്ള എന്റർടൈൻമെന്റ് ഇത്രയൊക്കെ ഉള്ളൂ. അത് കുറച്ച് നമ്മൾ ഇപ്പൊ നാട് ആഘോഷിക്കുന്നൊക്കെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. മൊത്തത്തിൽ എല്ലാം കൂടി അടച്ചുപൂട്ടി കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും വല്ലപ്പോഴും കിട്ടുന്ന ഒരു അവസരം. ഒരുപക്ഷെ ലോക റെക്കോർഡിന് ഇട്ടതാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഈ സ്ത്രീകൾ എത്തുന്നത്, ലക്ഷക്കണക്കിനാണ്. അത് വളരെ കൃത്യമായി ഭംഗിയായി നടത്തുന്ന കേരള പോലീസിന് ഇതെന്ത് സംഭവിച്ചു? കാരണം നമ്മുടെ കേരള പോലീസ് മോശമൊന്നുമല്ല, വളരെ എഫിഷ്യൻ്റ്, ഇന്ത്യയിലെ ഏറ്റവും നല്ല പോലീസിലൊന്നാണ് കേരള പോലീസ്. പക്ഷേ തലപ്പത്തിരിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് അറിയാമോ, അല്ലെങ്കിൽ ഈ ആഘോഷത്തെക്കുറിച്ച് അവർ ബോധവാന്മാരാണോ, ഇത് ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ചിന്ത അവർക്കില്ലാതെ പോയെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം ഈ ഒരുപക്ഷെ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള IPS ഉദ്യോഗസ്ഥരാണ് ഒരുപക്ഷെ ഇനി അവിടെ ഉന്നത പദവികളിൽ ഇരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ അവർക്കത് അന്വേഷിക്കാമല്ലോ. പൂരം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല എന്ന് അവർക്ക് അന്വേഷിച്ചാലെങ്കിലും മനസ്സിലാവുമല്ലോ. അതൊന്നുമല്ല, ഞങ്ങളിത് നിയമം അനുസരിച്ചെല്ലാം ചെയ്യുള്ളൂ, ഞങ്ങളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കുന്നത് ഒരു സത്യം അത് വളരെ മോശമാണ്. അടിയന്തരമായിട്ട് അങ്ങനെയുള്ളവരെ മാറ്റുക. അല്ലെങ്കിൽ ഇനിയും, കാരണം ഇത് പൂരമായിട്ട് നമുക്കറിയാം, ഇനി ആ ഒരു സ്ഥലമോ പരിമിതി ഒന്നും പരിചയമില്ലെങ്കിൽ അല്ല പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ മാറ്റുന്നതാണ് നല്ലതെന്നാണ് പറയുന്നത്. നമ്മളെപ്പോഴും അങ്ങനെ നമ്മൾ ഒരു പദവിയിലിരിക്കുമ്പോൾ നമ്മളെ അത് കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണയോടുകൂടി തന്നെ പോകണം. സ്ഥലത്ത് നമ്മൾ ഒരു വലിയ പദവിയിൽ ജോലിക്ക് ചെന്നാൽ ആ സ്ഥലത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ ഈ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ മറ്റൊരു സംസ്ഥാനത്ത് അവരെ നിയമിച്ചാൽ അവിടുത്തെ ഭാഷ അവർ നിർബന്ധം പഠിച്ചിരിക്കണമെന്ന് പരീക്ഷ ഉണ്ടെന്ന് തോന്നുന്നത് എല്ലാ സംസ്ഥാനത്തും. അങ്ങനെ എന്തുകൊണ്ട് ജയിച്ചിരിക്കണം. കാര്യം അതല്ല അവർക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല അവിടുത്തെ ഭാഷ അറിഞ്ഞുകൂടെങ്കിൽ. അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് കഷ്ടമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം വളരെ ഇപ്പോഴും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് ഈ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ദൗർഭാഗ്യകര സംഭവം. ഇത് നമുക്ക് ഭാവിയിലെങ്കിലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കണം. റവന്യൂ വകുപ്പും പോലീസും സർക്കാരും ഒക്കെ തന്നെ ശ്രദ്ധിക്കണം. കാരണം ജനങ്ങൾ ഈ പറഞ്ഞതുപോലെ മോശമായി ഇത് പ്രതികരിച്ചില്ല എന്നുള്ളത് ജനങ്ങളെ നമ്മൾ അഭിനന്ദിക്കേണ്ടി വരും. കാരണം അവരെ ക്ഷമ പരീക്ഷിച്ചിട്ട് പോലും അങ്ങനെ അങ്ങനെ ഒരു ജനരോഷമൊന്നും ഉണ്ടായില്ല എന്നുള്ളത്, സംഭവിച്ചില്ല എന്നുള്ളത് അതൊരു നല്ല കാര്യമായി കേരളത്തിൻ്റെ നല്ല നന്മയുടെ ലക്ഷണം നമുക്ക് കണക്കാക്കാം. എന്തായാലും ഭാവിയിൽ ഇത്തരം സംഭവങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. തിരഞ്ഞെടുപ്പ് ഇനി ഒരാഴ്ച മാത്രമേ ബാക്കിയുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ എല്ലാവരും തിരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ചൂടിലേക്കായിരിക്കും നീങ്ങുക. നമസ്കാരം.